62 വർഷങ്ങൾക്കിടെ ഒരു അമേരിക്കൻ പ്രസിഡന്റും കൈക്കൊള്ളാത്ത തീരുമാനമെടുത്ത ട്രംപ്. അൽക്കാട്രസ് ജയിലിനെ കുറിച്ച് കേൾക്കാത്ത ചരിത്ര വിദ്യാർത്ഥികൾ ഉണ്ടാകില്ല. ഈ ജയിലിന്റെ ചരിത്രം പഠിക്കുന്ന ഭാവി തലമുറയ്ക്ക് പഠിക്കേണ്ടി വരുന്ന മറ്റൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ട്രംപ്. ട്രംപിന്റെ ശക്തമായൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഇന്ന് 140 ന്യൂസ് പൊളിറ്റിക്സിൽ ഉൾപ്പെടുത്തുന്നത്. അത്രമേൽ കുപ്രസിദ്ധമാണ് അൽക്കാട്രസ് ജയിൽ. 1963 അടച്ചുപൂട്ടിയ ജയിൽ 6 പതിറ്റാണ്ടായി അടഞ്ഞുകിടക്കുകയാണ്. നീണ്ട 62 വർഷങ്ങൾക്കിടയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റും അൽക്കാട്രസ് ജയിലിന്റെ കാര്യത്തിൽ പുനർചിന്തനം നടത്തിയിട്ടില്ല. എന്നാൽ ഇക്കാലയളവിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റും കൈക്കൊള്ളാത്ത തീരുമാനമെടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. കുപ്രസിദ്ധമായ അൽക്കാട്രസ് ജയിൽ വീണ്ടും തുറക്കാൻ ഉത്തരവിട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചു. സാൻ ഫ്രാൻസിസ്കോയ്ക്ക് സമീപമുള്ള കാലിഫോർണിയ ദ്വീപിലാണ് കുപ്രസിദ്ധമായ അൽക്കാട്രസ് ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് യുഎസിലെ ഏറ്റവും കഠിനമായ ജയിലുകളിൽ ഒന്നായിരുന്നു അൽക്കാട്രസ്. ഇനി രാജ്യത്തെ ഏറ്റവും ക്രൂരരും അക്രമാസക്തരുമായ കുറ്റവാളികളെ ഇവിടെ പാർപ്പിക്കുമെന്നാണ് ട്രൂത്ത് സോഷ്യൽ എന്ന വെബ്സൈറ്റിൽ യുഎസ് പ്രസിഡന്റ് കുറിച്ചത്. ഞാൻ ജയിൽ ബ്യൂറോ, നീതിന്യായ വകുപ്പ്, FBI, ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നിവയുമായി ചേർന്ന് നടത്തിയ ആലോചനയിലാണ് ജയിൽ വീണ്ടും തുറക്കാൻ തീരുമാനിച്ചത് എന്നാണ് ട്രംപ് ട്രൂത്തിൽ കുറിച്ചത്. പുതുക്കി പണിഞ്ഞ് വലുതാക്കിയ അൽക്കാട്രസ് ജയിലിൽ ഇനി രാജ്യത്തെ ഏറ്റവും ക്രൂരരും അക്രമാസക്തരുമായ കുറ്റവാളികളെ പാർപ്പിക്കുമെന്നും ട്രംപ് വിശദീകരിച്ചു. അൽക്കാട്രസ് ജയിലിന്റെ ചരിത്രം ഇങ്ങനെ. ഒരു കാലത്ത് പരമാവധി സുരക്ഷാ സംവിധാനങ്ങളുള്ള അമേരിക്കയിലെ ഫെഡറൽ ജയിലായിരുന്ന അൽക്കാട്രസ് ജയിൽ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കോട്ടയായിരുന്ന ഇവിടം 1912 US ആർമി മിലിറ്ററി ജയിലിലാക്കി മാറ്റി. പിന്നീട് 1934 കെട്ടിടങ്ങൾ നവീകരിക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്ത ശേഷം ഇത് ഫെഡറൽ ബ്യൂറോ ഓഫ് പ്രിസൺ ആക്കി മാറ്റി. 3 നിലകളുള്ള ജയിൽ ഹൗസ് യുഎസിലെ ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഒറ്റപ്പെട്ട സാഹചര്യം, തണുത്ത വെള്ളം, ശക്തമായ സമുദ്രപ്രവാഹങ്ങൾ, സ്രാവുകളുടെ സാന്നിധ്യം എന്നിവ ഉള്ളതിനാൽ ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവുകളും മോശം സാഹചര്യങ്ങളും കാരണം 1963 അൽക്കാട്രസ് ജയിൽ അടച്ചുപൂട്ടി. 1972 US സർക്കാർ ദ്വീപ് നാഷണൽ പാർക്ക് സർവീസിന് കൈമാറി. അത് പിന്നീട് ഗോൾഡൻ ഗേറ്റ് നാഷണൽ റിക്രിയേഷൻ ഏരിയയുടെ ഭാഗമായി. ഈ ജയിലാണ് ഇപ്പോൾ നവീകരിച്ച് തുറക്കാൻ വേണ്ടി ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്.